ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനം, ടി വി എസിൻ്റെ iQube ആണിത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ. ഇതൊരു ഫ്ലിപ്പ് കീ ആണ്. ഇവിടെ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ചാർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. USB ആണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കൂടെ വരുന്ന ചാർജർ. ലൈറ്റുകളെല്ലാം LED ആണ്. ഈ വാഹനത്തിൻ്റെ മോട്ടർ ഇതാണ് കേട്ടോ. ഇത് ബെൽറ്റ് ഡ്രൈവ് അല്ല, ഹബ്ബ് മോട്ടറാണ്. ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കാണ്, ബാക്കിലെ ഡ്രമ്മാണ്. ഇതിൻ്റെ ടയർ ട്യൂബ്ലെസ് ആണ്. ഇത് ഹസാർഡ് സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ചിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാവേ. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പം ഇവിടെ ഒരു P എന്ന് പറഞ്ഞൊരു സിമ്പിൾ വരും. ഇവിടെ ഒരു ഫോർവേഡും കാണാം. ഒന്നും കൂടെ Pയിൽ പ്രസ് ചെയ്യുമ്പം അത് റിവേഴ്സും വരും. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വണ്ടി സ്ലോയിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് വരുന്നത്. 3 കിലോ വരെയുള്ള ലഗേജ് നമുക്കിവിടെ ക്യാരി ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 3 കിലോ വരെയുള്ള ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വാഹനം ഓൺ ആവത്തുള്ളൂ. 2 മോഡുകളാണ് ഇതിനുള്ളത്, എക്കോ മോഡും പവർ മോഡും. ഈ സ്വിച്ചിൽ പ്രസ് ചെയ്താണ് മോഡ് ചേഞ്ച് ചെയ്യുന്നത്. ഒറ്റ ചാർജിൽ എക്കോ മോഡിൽ 105 കിലോമീറ്റർ വരെയും പവർ മോഡിൽ 75 കിലോമീറ്റർ വരെയും നമുക്ക് സഞ്ചരിക്കാം. എക്കോ മോഡിൽ 50 കിലോമീറ്റർ വരെ സ്പീഡിലും പവർ മോഡിൽ 80 കിലോമീറ്റർ വരെ സ്പീഡിലും നമുക്ക് ഈ വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാറ്ററിയെ പറ്റി പറഞ്ഞാൽ 3.4 കിലോ വാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ വാഹനത്തിലുള്ളത്. അതിൻ്റെ IP റേറ്റിംഗ് 67 ആണ്. TVS കണക്ട് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഈ വാഹനം ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്താൽ നമ്മൾ വാഹനം മറ്റൊരാളിലേക്ക് കൊടുത്തു വിട്ടാലും വാഹനത്തിൻ്റെ ലൈവ് ലൊക്കേഷൻ നമുക്കറിയാൻ പറ്റും. പിന്നെ ഇൻകമിംഗ് കോൾ അലേർട്ട് ഉണ്ട്. നമ്മളിപ്പം വാഹനം റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ മൊബൈലിൽ വിളിച്ചാൽ ആരാണ് വിളിക്കുന്നതെന്ന് വാഹനത്തിൻ്റെ ഡിസ്പ്ലേയിൽ കാണുവാൻ പറ്റും. പിന്നെ ആൻറ്റി തെഫ്റ്റ് അലേർട്ട് വരുന്നുണ്ട്, ജിയോ ഫെൻസിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.